ബംഗാളിൽ ഇ.ഡി. റെയ്ഡ് നടക്കുന്ന സ്ഥലത്ത് പ്രതിഷേധവുമായി മമതാ ബാനർജി അന്വേഷണ ഏജൻസികളെ ബി.ജെ.പി. രാഷ്ട്രീയമായുധമാക്കുന്നുവെന്ന് മമത ആരോപിച്ചു. രാഷ്ട്രീയ കൺസൾട്ടൻസി സ്ഥാപനമായ IPAC-യിലാണ് റെയ്ഡ്. കൽക്കരി കുംഭകോണവുമായി ബന്ധപ്പെട്ടാണ് പരിശോധനയെന്നാണ് ഇ.ഡിയുടെ വിശദീകരണം. Who cannot protect the country and is taking away all my party documents. If I get the BJP party office, what will be the result? They didn't have any guards. One side the SIR case. സജു തോമസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സജു, ഇപ്പോഴും റെയ്ഡ് തുടരുകയാണോ? എന്താണ് അവിടെ നിന്നും ലഭിക്കുന്ന വിവരം? IPAC മേധാവി പ്രദീപ് ജെയിന്റെ വീട്ടിലാണ്, വസതിയിലും ഓഫീസിലുമാണ് ഇന്ന് രാവിലെ മുതൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് ആരംഭിച്ചത്. ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് മുഖ്യമന്ത്രി മമതാ ബാനർജി എത്തുമായിരുന്നു. പ്രത്യേകിച്ച് TMCക്ക് രാഷ്ട്രീയപരമായിട്ട് പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളടക്കം വലിയ തോതിൽ സഹായം നൽകുന്ന ഒരു രാഷ്ട്രീയ ഏജൻസി കൂടിയാണ്, PR ഏജൻസി കൂടിയാണ് ഈ IPAC എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ IPAC-യുടെ ഏജൻസികളുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വലിയ ആരോപണങ്ങൾ നേരിട്ടിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ED എത്തിയത്. പക്ഷേ രാഷ്ട്രീയപരമായിട്ടാണ് ഇപ്പോൾ BJP കാര്യത്തെ എടുക്കുന്നത്. പ്രത്യേകിച്ച് ബംഗാൾ പിടിക്കാൻ വേണ്ടിയുള്ള അജണ്ടയാണ് BJP മമതാ ബാനർജി ആരോപിക്കുന്നത്. പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉത്തരവാദിത്തമില്ലാതെ പെരുമാറുകയാണ്. അദ്ദേഹം സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം, രാജിവെക്കണം എന്നുള്ള ആരോപണം പോലും ഇപ്പോൾ മമതാ ബാനർജി ഉയർത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് മുൻപും സമാനമായ പല രീതിയിൽ TMCയുടെ നേതാക്കളുടെ വീടുകളടക്കം ED റെയ്ഡ് നടത്തിയിരുന്നു. അതിന് സമാനമായിട്ടാണ് ഇപ്പോൾ TMCക്ക് രാഷ്ട്രീയപരമായിട്ടും നയതന്ത്രപരമായിട്ടും സഹായം നൽകുന്ന ഒരു ഏജൻസിയുടെ മേൽ, അല്ലെങ്കിൽ ഒരു ഏജൻസിയുടെ ഓഫീസിലും ഏജൻസിയുടെ ഓണറിന്റെ ഓഫീസിലും ഇത്തരത്തിൽ വസതിയിലടക്കം വലിയ തോതിലുള്ള റെയ്ഡുമായി ഇപ്പോൾ ED മുന്നോട്ട് പോയിക്കൊണ്ട് ഇപ്പോഴും റെയ്ഡ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മമതാ ബാനർജി ഇദ്ദേഹത്തിന്റെ വസതിക്ക് മുൻപിലെത്തിയാണ് EDക്കെതിരെ പ്രതിഷേധം ഉയർത്തിയത്. വലിയ തോതിൽ പ്രതിഷേധം ഉണ്ടാകുമെന്നും ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ EDയെ തടയുമെന്നുമാണ് മമതാ ബാനർജി ഇപ്പോൾ